കോപത്തെ കയറി വന്നാണ്ടല്ലോ. ആ ദൃശ്യങ്ങളിൽ കണ്ട യുവാക്കളിൽ ചിലർ ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുകയാണ്. പുതിയ ലൈസൻസ് അപേക്ഷകർക്കായി മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ബോധവൽക്കരണ ക്ലാസ്സാണ് ആ കുട്ടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഈ ഒരു തെറ്റിലേക്ക് ഞങ്ങൾ പോവുകയില്ല, ഇനി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഗാന്ധി ഭവനിൽ പോയപ്പോൾ അവിടുത്തെ ഒരുപാട് ആൾക്കാരുടെ സാഹചര്യങ്ങൾ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയപ്പം ഒരു അപകടം വരുമ്പോൾ കാണാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് ഒരു നില വിളിക്കും. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടിയാണ്, അത് കാണാൻ തന്നെ പേടിയാണ്. എൻ്റെ തെറ്റെന്താണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞ് ലേണേഴ്സ് ലൈസൻസ് ഒക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് റോഡിലോട്ട് അങ്ങനെയുള്ള സന്തോഷമായിരിക്കും എല്ലാം. അപ്പം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക, നിയമങ്ങൾ പാലിക്കുക. അപകടങ്ങൾ പതിവായ കായംകുളം പുനലൂർ റോഡിൽ കഴിഞ്ഞ മാസം അവസാനമായിരുന്നു യുവാക്കളുടെ അഭ്യാസ പ്രകടനം. ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തു. ലൈസൻസ് റദ്ദാക്കിയതിനു പുറമെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പത്തനാപുരം ഗാന്ധി ഭവനിലും സേവനം ചെയ്യാനും മോട്ടോർ വാഹന വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ ക്ലാസും സാമൂഹ്യ സേവനവും ഒക്കെ ഫലം കൊണ്ടോ? തീർച്ചയായും അത് അവരുടെ വാക്കുകൾ കൂടി തന്നെ നമുക്ക് പ്രതിഫലിച്ച ഒരു കാര്യമാണ്. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ദേശം ഏത് രീതിയിലാണോ അതിനെ പൂർണ്ണ തലത്തിൽ എത്തിക്കുവാൻ വകുപ്പിന് കഴിഞ്ഞുള്ള അഭിമാനം നമ്മൾക്കുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ അതിനുശേഷം അവരിൽ മാനസികമായി പരിവർത്തനം നടന്നതായി നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ കുട്ടികൾ പറഞ്ഞത്, സാറേ ഞങ്ങൾ ഈ സന്ദേശങ്ങൾ ആർക്കെങ്കിലും നൽകണമെങ്കിൽ ഞങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ചിന്തിച്ചത് ഇവരെ ഏറ്റവും നല്ല രീതിയിൽ സന്ദേശങ്ങൾ നൽകാൻ കഴിയുന്നത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് മുമ്പായിട്ടുള്ള ഈ പ്രീ ലേണേഴ്സ് ക്ലാസ്സിൽ ഇവർ അവരുടെ സന്ദേശം നൽകാനാണെന്ന് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ദേശിച്ചത്. പിഴയും കൊടുത്തിട്ടും റോഡിൽ അഭ്യാസം തുടരുന്നവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ ഇതേപോലെയുള്ള പരിശീലനം ഉപകരിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിഗമനം. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘു നമുക്കൊപ്പുണ്ട്. രഘു, നമ്മൾ പലതവണ ഈ ട്രാഫിക് നിയമലംഘനങ്ങളും അതിൻ്റെ പൊല്ലാപ്പുകളും ഒക്കെ തത്സമയത്തിൽ പങ്കുവച്ചിട്ടുണ്ട്, നിരാശ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ പോസിറ്റീവായ ഒരു കാഴ്ച തന്നെയാണല്ലോ. എനിക്ക് തോന്നുന്നു അവർക്ക് തെറ്റുവരുത്തുന്നവർക്കൊരു തിരുത്തലിനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണമല്ലോ. അത് കൃത്യമായി MVD കൊടുക്കുന്നു, അതവർ ഉൾക്കൊള്ളുന്നു. അവരുടെ വാക്കുകളിൽ തീർച്ചയായും അതവർ ഉൾക്കൊള്ളുന്നുണ്ട്. അവർ 10 പേരോട് പറയുമല്ലോ ഇനി ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയും. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ MVDയുടെ ഒരു ദൗത്യം അത് ലക്ഷ്യം കാണുന്നുണ്ടല്ലേ? ദിവീഷ്, പോസിറ്റീവായ ഒരു വാർത്ത എന്നതിനപ്പുറം മാതൃഭൂമിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ്. കാരണം നമ്മളാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഇത് നമ്മുടെ പത്രത്തിൻ്റെ അടൂരെ ലേഖകൻ്റെ ഒരു സുഹൃത്ത് ചിത്രീകരിച്ചതാണ്. അടൂരെ ലേഖകനാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. അങ്ങനെ നമ്മുടെ വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ മാതൃഭൂമിയുടെ കുടുംബാംഗങ്ങളാണ് ഇത് നമ്മളിലേക്ക് എത്തിക്കുന്നതും നമ്മളിത് വാർത്ത കൊടുക്കുന്നതും MVD അതിനകത്ത് ഇടപെടുന്നതും. ഒരു ചെറുപ്പത്തിൻ്റെ തിളപ്പിൽ ചെയ്യുന്നതാണ് ഇതൊക്കെ. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്ക് ബൈക്കൊന്നും ഉണ്ടായിരുന്നില്ല, സൈക്കിളായിരിക്കും. സൈക്കിൾ നമ്മൾ വളരെ വേഗത്തിൽ ചവിട്ടുകയും കൈയൊക്കെ വിട്ട് കൈയൊക്കെ അടിച്ച് നമ്മൾ അന്നത്തെ കാണിക്കാൻ പറ്റുന്ന ഷോകളൊക്കെ സൈക്കിളിൽ കാണിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളെല്ലാവരും. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്ക് ബൈക്കുണ്ട്, കാറുണ്ട്, അങ്ങനെ സംവിധാനമൊക്കെ സൗകര്യങ്ങളൊക്കെ കൂടിയത് കൊണ്ട് അവർ ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത് കാറിലും സ്കൂട്ടറിലും ഒക്കെയാണ്. പക്ഷേ സൈക്കിളിൽ നിന്ന് വീഴുമ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് നമുക്കറിയാം. പക്ഷേ ഈ മോട്ടോർ വാഹനമാകുമ്പോൾ അത് എത്രത്തോളം അപകടകരമാണ് ഈ അഭ്യാസം എന്ന് ഇവരെ തിരിച്ചറിയാൻ വേണ്ടിയാണ് മെഡിക്കൽ കോളേജിൽ ഇവർക്ക് പരിശീലനം നൽകിയത്. അവർ ഭയങ്കര വൈകാരികമായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴാണ് അപകടമുണ്ടാകുമ്പോൾ എന്താണ് അവസ്ഥ, എന്താണ് നമ്മളുടെ ഒരു മാനസികവും ശാരീരികമായിട്ടുള്ള അവസ്ഥ എന്നവർക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ സാധിച്ചു. അതൊരു കുട്ടി പറയുന്നുണ്ട്, 3-4 ഡെഡ് ബോഡി, അപകടത്തിൽ മരിച്ച 3-4 ഡെഡ് ബോഡി എൻ്റെ കയ്യിൽ കൂടിയാണ് കടന്നുപോയത്. അതോടുകൂടി എനിക്ക് മനസ്സിലായി ഈ റോഡിൽ നമ്മൾ അപകടമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അപകടമുണ്ടാക്കുമ്പോൾ എന്തോരം ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഇത് വളരെ സന്തോഷകരമായ, കാരണം 3 കുട്ടികൾ പ്രായത്തിൻ്റെ 18 വയസ്സ് 20 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഇവരെല്ലാം. അവർക്ക് ആ പ്രായത്തിൻ്റെ തിളപ്പിൽ ചെയ്തു പോയ അബദ്ധം റീൽ ചെയ്യാൻ വേണ്ടിയാണ്, ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടാൻ വേണ്ടിയാണെന്നൊക്കെ അവർ തുറന്നു പറയുന്നുണ്ട്. നമ്മളൊരു സമയക്കുറവ് മൂലം അത് നമ്മൾ സംരക്ഷണം ചെയ്തില്ലെന്നേ ഉള്ളൂ. അത്തരത്തിൽ ആ കുട്ടികൾക്ക് തിരിച്ചറിവുണ്ടാവുകയും അവർക്കുണ്ടായ കുറ്റം അല്ലെങ്കിൽ അവർക്കുണ്ടായ തെറ്റ് തിരിച്ചറിയുകയും മറ്റുള്ളവർ അവരുടെ പ്രായത്തിലുള്ള ആളുകളാണ് അവരുടെ മുന്നിൽ കൂടുതലായിട്ടിരിക്കുന്നത്, അവരെ ഇതൊക്കെ പറഞ്ഞ് ബോധവൽക്കരിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു പുതിയൊരു ട്രാഫിക് സംസ്കാരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ശരിയാണ് രഘു, അനുഭവം തന്നെയാണ് ഏറ്റവും വലിയ ഗുരു അല്ലേ? ആ അനുഭവം അവർക്കുണ്ട്. അവർ നല്ല മിടുക്കന്മാരായി വരട്ടെ. ഇനി അവരുടെ കൂട്ടത്തിലുള്ളവരെയും ഒരു തെറ്റും ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യട്ടെ. എന്തായാലും MVDക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഇങ്ങനെയൊരു രീതിയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. ശരി രഘു.